അവസാന കാലഘട്ടത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉൾക്കനമില്ലാത്തവരായി മാറുന്നു. പുറത്ത് കണ്ടാൽ ഭയങ്കര സംഭവമാണ്, ഉള്ളിൽ കനമില്ലാത്തവരായി മാറുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോ പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടിയിട്ടില്ല, പാടാൻ സമ്മതം തന്നതാണ്. ഖിയാമത്ത് അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല, എന്തൊക്കെ വരിക, അതെന്തുകൊണ്ടാണ് വരുന്നത്, അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നതാണ്. എന്നാൽ കുടുംബജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചതാണ്. പറഞ്ഞു തന്നതുമല്ല, അംഗീകാരം തന്നതുമല്ല, നബി തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ് കുടുംബജീവിതം. ഖദീജ ബീവിയുടെ ഭർത്താവായിട്ട്, ആയിഷ ബീവിന്റെ ഭർത്താവായിട്ട്, ഫാത്തിമ ബീവിന്റെ വാപ്പയായിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ് കുടുംബജീവിതം. അതുകൊണ്ട് തന്നെ പ്രായോഗികമല്ല എന്ന് പറയാൻ കഴിയില്ല. നബി തങ്ങൾ കാണിച്ചു തന്നതുപോലെ കുടുംബജീവിതം നടത്തണം. ഒരു പ്രശ്നമില്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത കുടുംബജീവിതമായിരുന്നു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. കുടുംബജീവിതം സന്തോഷകരമാവാൻ രണ്ടു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബജീവിതം സന്തോഷാകാൻ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്തിലാണ് കുടുംബജീവിതം സന്തോഷകരമാവാൻ ചെയ്യേണ്ട രണ്ടു കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ളത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മഹ. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചിരിക്കുന്നു എന്നത്. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വജഅല ബൈനകും, കുടുംബജീവിതം നന്നാകാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്കിടയിൽ ആക്കിയിരിക്കുന്നു. മവദ്ദത്തൻ, മവദ്ദത്ത് എന്ന പേരായ ഒരു ഗുണത്തെയും വറഹ്മത്തൻ, റഹ്മത്ത് എന്ന പേരായ ഒരു ഗുണത്തെയും. കുടുംബജീവിതം ക്ലിയർ ആവാൻ രണ്ട് കാര്യമാണ് വേണ്ടത്. ഒന്ന് മവദ്ദത്ത്, രണ്ട് റഹ്മത്ത്. ഈ രണ്ട് കാര്യം മനസ്സിലായാൽ ഇന്നത്തെ ക്ലാസ് മുതലാവും. ആ രണ്ട് കാര്യം മനസ്സിലായാൽ ഇന്നത്തെ ക്ലാസ് മുതലാവും. കുടുംബജീവിതം റാഹത്താവാൻ രണ്ട് കാര്യങ്ങളെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. ഒന്ന് മവദ്ദത്ത്, രണ്ട് റഹ്മത്ത്. മവദ്ദത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്നേഹം എന്നാണ്. റഹ്മത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാത്സല്യം എന്നാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരുന്നാലേ എന്റെ ക്ലാസ് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാവരും പറയും പോലെ ഒരു വയല് പറയേണ്ടി വരും. നരകവും സ്വർഗവും സിറാത്ത് പാലും മീസാനും ഹൗലും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു വയല്. അതുകൊണ്ട് കാര്യമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടുള്ളൊരു കാര്യം ഉണ്ടാവും. കുടുംബജീവിതം അപ്പോഴും കണ്ടോ നോക്കിവെച്ചിട്ട് തന്നെ ഇക്കാരം. അല്ലെങ്കിൽ നിങ്ങളാർക്കും സ്വർഗവും നരകവും ഓർമ്മയില്ലായിട്ടൊന്നല്ലല്ലോ കുടുംബജീവിതം ഉഷാറാകാത്തതിന്റെ കാരണം. സ്വർഗവും നരകമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. കുടുംബജീവിതം ഉഷാറാകാത്തതിന്റെ കാരണം വേറെ ചില കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കുടുംബജീവിതം റാഹത്താവാൻ ആകെ രണ്ട് കാര്യം മതി, തോനൊന്നും വേണ്ട. ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. കുടുംബജീവിതം സന്തോഷരാവാൻ രണ്ട് കാര്യം, മക്കള് നേരാവാൻ 5 കാര്യം, സ്വർഗത്ത് പോവാനൊരു 4 കാര്യം. ഇങ്ങനൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മതി, തോനൊന്നും വേണ്ട. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാം. അപ്പൊ കുടുംബജീവിതം റാഹത്താവാൻ വേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് മവദ്ദത്ത്, രണ്ടാമത്തേത് റഹ്മത്ത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാല് സ്നേഹം, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. സ്നേഹം വേറെയാണ്, വാത്സല്യം വേറെയാണ്.
എന്താണ് സ്നേഹം, എന്താണ് വാത്സല്യം, അത് രണ്ടും മനസ്സിലായാൽ കുടുംബജീവിതം റാഹത്തായി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ പടച്ചത്, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. തസ്കന എന്ന് പറഞ്ഞാൽ മസ്കനത്ത് എന്ന് പറഞ്ഞാല് ശാന്തി സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. തസ്കുനു എന്ന് പറഞ്ഞാൽ ശാന്തിയോടും സമാധാനത്തോടെയും കൂടി നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അന്ന് തന്നിട്ടുണ്ട്. ഒന്ന് മവദ്ദത്താണ്, ഒന്ന് റഹ്മത്താണ്. നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പെണ്ണെട്ടിയാല് കാല് കെട്ടി. ഇവിടെ കണ്ടോന്ന് അറിയില്ല, തത്തുല്യമായ എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് പെണ്ണെട്ടിയാ പിന്നെ ആ ചങ്ങായി ഇടങ്ങേറായി എന്നർത്ഥം. നമ്മളൊക്കെ മനസ്സിലുണ്ടാവും, കല്യാണം കഴിഞ്ഞാല് ഓന്റെ കഴിഞ്ഞു എന്ന് പറയും, അല്ലെങ്കിൽ ഓളത് കഴിഞ്ഞു എന്ന് പറയും. വാസ്തവത്തിൽ ഖുർആൻ ഷരീഫ് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഇടങ്ങേറാകാൻ വേണ്ടിയിട്ടല്ല. സമാധാനത്തോടുകൂടെ ജീവിക്കാനാണ്, അല്ലാതെ ഇടങ്ങേറാകാനല്ല. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കേ. കുട്ടികളെ കുറച്ചൊക്കെ ഒന്ന് രണ്ടാളൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ, ബാക്കിയുള്ളവര് മതി. ഓൽക്ക് ചിലപ്പം മൂത്രയിക്കാൻ മുട്ടിയിട്ടൊക്കെ ആണെങ്കിലോ. നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഒതുക്കത്തിലിരുന്നാലേ. നിങ്ങളിരിക്കി. മൂപ്പർക്ക് ഉത്തരവാദിത്വ ബോധം കൂടുതലായതുകൊണ്ട് ഒരു സബർ കിട്ടണില്ല എന്നുള്ളതാണ്. ഉണ്ടാവുമല്ലോ, സെക്രട്ടറി ആകുമ്പോൾ കുറച്ചുകൂടി നേരാവണം, അങ്ങനെ ഒന്നും ആയാൽ പോരാന്ന് സ്വാഭാവികമായിട്ടും വേണത്. പക്ഷെ എന്താ വെച്ചാലേ നമുക്ക് ശ്രദ്ധിക്കണ കുറച്ച് ആൾക്കാരുണ്ടായാൽ മതി. ശ്രദ്ധിക്കാത്ത ആൾക്കാർ പിന്നെ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. ഓല് പോയി കട്ടൻ ചായ കുടിച്ചോട്ടെ, അതാണല്ലോ നല്ലേ. പിന്നെ ഇതിനൊരു ഗുണമുള്ള എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർ നേരായാൽ അതിൻ്റെ ഒരു ഗുണം അങ്ങനെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളും എന്നുള്ളതാണ്. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, 1000 ആൾക്കാരെ നേരാക്കിയാൽ 5000 ആൾക്കാർ നന്നാവുന്നു. 1000 ആളുകൾ നന്നാവാൻ നമ്മൾ പരിശ്രമിച്ചാൽ 5000 ആൾക്കാർ നന്നാവും. ഒരു നാട്ടിൽ കുറച്ചാൾക്കാർ നല്ലവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അങ്ങനെ എല്ലാവർക്കും കിട്ടും. നമ്മൾ അനുഭവിക്കുന്ന ഗുണങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ ഗുണമല്ല, വാപ്പാന്റെ വാപ്പ ചെയ്തതിൻ്റെ ഗുണയിക്കാരം. ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മതില് പൊളിഞ്ഞാടാൻ നിൽക്കുന്നത് ഖിദർ അലൈഹിസ്സലാം നേരാക്കി കൊടുത്തു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മൂസാ നബി ചോദിച്ചു, ഇത്ര ഉഷാറായിട്ട് കൂലിപ്പണിയൊക്കെ അറിയെങ്കിൽ ഞമ്മക്കെന്നാ ഒരു കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിങ്ങാണ്ട് നേരാക്കി കൂടായിരുന്നില്ലേ? എന്നാ ഓല എന്തേലുമൊക്കെ തരും ചെയ്യും, ഞമ്മക്കതുകൊണ്ട് ഭക്ഷണം കഴിക്കും ചെയ്തുകൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അപ്പൊ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ മതില് ടൗണിൽ താമസിക്കുന്ന യതീം കുട്ടികളെ മതിലാണ്. കാന ഫിൽ മദീനത്തി വകാന തഹ്തഹു കൻസുൽ ലഹുമാ. ഇതിന്റെ ചോട്ടില് ആ കുട്ടികൾക്കുള്ള ഒരു നദി ഇരിക്കുന്നുണ്ട്. വകാന അബൂഹുമാ സ്വാലിഹ. ഈ കുട്ടികളെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. ഈ വാപ്പ എന്ന് ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞത് ആ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടായിരുന്നില്ല എന്നാ, മൂന്നാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് ഖിദർ അലൈഹിസ്സലാം പറഞ്ഞത്. വല്ലിപ്പാന്റെ ഗുണം പേരക്കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ ഒരു നാട്ടിൽ കുറച്ച് മനുഷ്യന്മാര് നേരങ്ങത്തിൽ ജീവിക്കണവരുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും. എല്ലാരെയും നന്നാക്കുക എന്നുള്ള പദ്ധതി കാണണ്ട, കുറച്ച് ആൾക്കാരെ നന്നാക്കുക, ബാക്കിയുള്ളവര് അതിന്റെ ഒരു കാറ്റിങ്ങനെ കിട്ടുമ്പോ അതിലിങ്ങനെ നന്നായിട്ട് ജീവിച്ചോളും തീരുമാനിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കാത്തവര് പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു പോയി കട്ടൻ ചായ കുടിച്ചാൽ അതിന്റെ കാര്യമെങ്കിലും കിട്ടും. എന്തായാലും ചായ കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോ ഒരു സംഗതി വേണമല്ലോ, ഓല അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വാശി പിടിച്ച ആൾക്കാരെ പിടിച്ചിരുത്തൊന്നും വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം.
പിന്നെ ഇപ്പോൾ പല ആൾക്കാരും ചിലർ ഷുഗർ ഉള്ളവരുണ്ടാവും, ഓർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി അപ്പം ഒഴിക്കേണ്ടി വരും, അങ്ങനത്തെവരൊക്കെ ഉണ്ടാവുമല്ലോ. അത് കരുതി ഇനി ഇവിടുന്നാണ്ട് എല്ലാവർക്കും ഷുഗർ ഉണ്ടാവുമൊന്നും വേണ്ട കേട്ടോ. അല്ല, ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ എന്നാ ഞാൻ പറഞ്ഞേ. എന്നാ പിന്നെ എനിക്ക് ഷുഗർ തന്നെ തീരുമാനിച്ചാണ്ട് പോകാൻ നിൽക്കണ്ടാന്ന്. ഷുഗർ ഉള്ളവരൊക്കെ ഏകദേശം കണ്ടാൽ തന്നെ അറിയല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഇരിക്കണവര് നല്ലൊരു സബൂറായിട്ട് ഇങ്ങനെ ഇരുന്നാലേ, ആ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ ഇരിക്കുക, നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന പെണ്ണുങ്ങൾ കേട്ടോ, കാണാത്തതിനെ പറ്റിയുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണ് അവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, അതിങ്ങനെ കാണാത്തതുകൊണ്ട് എൻ്റെ പിന്നെ പരിധിയിൽ ഇങ്ങനെ വന്നിട്ടില്ല. എന്താവട്ടെ, അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം ഇന്ന് പോകുമ്പോത്തിന് നിങ്ങളെ കുടുംബജീവിതം പഠിപ്പിച്ച് പോകണമെന്നാ കരുതണേ. ഇൻഷാ അല്ലാ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ അത് പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ. അധികം കാര്യമൊന്നും ചെയ്യേണ്ടി വരില്ല. 2 കാര്യം ഞാൻ ആകെ പറയണുള്ളൂ. ഒന്ന് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, ഒന്ന് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അത് രണ്ടും പഠിഞ്ഞാൽ കുടുംബജീവിതം പഠിഞ്ഞു. ഇവിടെ എന്താ പ്രശ്നം വെച്ചാല്, കുടുംബജീവിതം ആരും പഠിച്ചില്ല, ആരും പഠിപ്പിച്ചതുമില്ല. നമ്മളെ വിചാരം ഞമ്മക്ക് നല്ല വിവരമാണ് ആ കാര്യത്തിൽ എന്നാണ്. ഒരു വിവരവും ഇല്ല, അതാണ് പ്രശ്നം. കുടുംബജീവിതം ആരും പഠിച്ചതുമില്ല, ആരോട്ട് പഠിപ്പിച്ചതുമില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു കാണിച്ചു. രാവിലെ സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ പോയാല് നിസ്കാരം കഴിഞ്ഞ് വീട്ടിക്ക് വന്നാല് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, പാലും പാത്രം എടുത്തുങ്ങാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് കറക്കാൻ പോവും. പാൽപാത്രം എടുത്ത് പാലിറക്കാൻ പോവും. അപ്പൊ ഞമ്മക്കിങ്ങനെ തോന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലിറക്കാൻ പോകുമ്പോ ആയിഷ ബീവി ചായക്ക് വെള്ളം വെക്കാരെന്ന്. ചായക്ക് വെള്ളം വെക്കണില്ല, അന്ന് ചായാച്ചന പരിപാടി ഇല്ല, അന്ന് കാപ്പിപ്പൊടി ഇല്ല. പിന്നെന്താ പരിപാടി? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വെറുതെ ഇങ്ങനെ ഇരിക്കന്നെയാണ്. നബി തങ്ങൾ പാല് കറക്കണ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പാല് കറന്ന് കൊണ്ടുവരും. പാൽപാത്രം കൊണ്ടുവന്നിട്ട് ആയിഷ ബീവിക്ക് കൊടുത്തിട്ട് പറയും, യാ ആയിഷ ഇശ്റബി, ആയിഷ കുടിക്ക് എന്ന് പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാൽപാത്രം വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കും. എന്നിട്ട് നബി തങ്ങൾക്ക് മടക്കി കൊടുക്കും. രണ്ടാമതും നബി തങ്ങൾ പാൽപാത്രം ആയിഷ ബീവിക്ക് നൽകിയിട്ട് പറയും, ഇശ്റബി യാ ആയിഷ, ആയിഷ കുടിക്ക് എന്ന് പറയും. രണ്ടാമതും കുടിക്കും. പിന്നെയും പാൽപാത്രം ഇങ്ങനെ കൊടുക്കുമ്പോ മൂന്നാമതും കൊടുത്തിട്ട് പറയും, ഇശ്റബി യാ ആയിഷ, ആയിഷ കുടിക്ക് എന്ന് പറയും. മൂന്നാം പ്രാവശ്യവും കുടിച്ച് ആയിഷ ബീവി പാൽപാത്രം മടക്കി കൊടുത്താല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാലിന്റെ പാത്രം ഒന്നിങ്ങനെ തിരിക്കും. തിരിച്ചിട്ട് ആയിഷ ബീവിന്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചിങ്ങാണ്ട് കുടിക്കും. നമ്മളും തിരിക്കൊക്കെ ചെയ്യും, പക്ഷെ തിരിക്കണത് ചുണ്ട് തട്ടിയ സ്ഥലം ഒഴിവാകാനേ ഇക്കാരം. ഇതന്നെ നമ്മളും നബിയും തമ്മിലുള്ള വ്യത്യാസം. ഏകദേശം കുടുംബജീവിതം നിങ്ങൾക്ക് പഠിഞ്ഞു വരുന്നുണ്ടാവുന്ന എനിക്ക് മനസ്സിലാകണേ. വേഗം പടി, ഇത് സംഗതി വേഗം പടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം മനസ്സിലാവും ചെയ്യും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോയിന്നുമ്പോ ഒരു കോയിന്റെ കാലെടുത്തുങ്ങാണ്ട് ഇങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാല് മൈമൂന ബീവി, സഫിയ ബീവി, റംല ബീവി, ആയിഷ ബീവി ആ കോയിന്റെ കാലെടുത്തിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കടിക്കുമായിരുന്നു. നമ്മളോ അതാണ്ട് വേസ്റ്റിക്ക് കൊണ്ടുപോയിടും. ഇതന്നെ സംഗതി. ഇതൊക്കെ ശരിക്കും പഠിക്കണമെങ്കിൽ എവിടെ പോകണം എന്നറിയങ്ങള്, ഒരു +2 ഉള്ള സ്കൂളിന്റെ മുന്നിൽ ബേക്കറി പോയാൽ കാണും. ഒരു +2 വരെയുള്ള സ്കൂളിന്റെ മുന്നിൽ ബേക്കറിയിൽ പൊട്ടനായിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുക, ഒന്നും അറിയാത്ത മാതിരി. അപ്പൊ അവിടെ കുട്ടികൾ വരും. കുട്ടികൾ വന്നിട്ട് ഒരു മാംഗോ ജ്യൂസ് പറയും. എന്നിട്ട് അതിൽ 2 കോലിട്ടിട്ട് ഒരാൾ ഇപ്പുറത്തേക്കും ഒരാൾ അപ്പുറത്തേക്കും വലിക്കും. അല്ലെങ്കിൽ ഇനി സ്കൂളിന്റെയും കോളേജിന്റെ അടുത്ത് കൂൾ ബാർ നടത്തുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം എത്ര ജ്യൂസ് പറയലുണ്ട് കുട്ടികൾ. ഒരു ജ്യൂസേ പറയുള്ളൂ, അതിൽ 2 കോലാണ് ഇടുക. ഒന്നാമത് ഈ കോലിട്ട് വലിക്കുക എന്ന് പറഞ്ഞത് പൈപ്പ് കൂടെ ഭക്ഷണം കഴിക്കുക നേർക്ക് നേരെ ഇറങ്ങാത്തവർക്കാണ്, അത് വേറെ കാര്യം.
നേർക്ക് നേരെ ഇറങ്ങൂലെങ്കിലാണല്ലോ പിന്നെ പൈപ്പ് കൂടെ കൊടുക്കല്. അപ്പൊ ഈ കോലിട്ട് വലിക്കാന്ന് പറഞ്ഞത് അത് ചുണ്ടുമ്മ. ശരിക്കും ഈ ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ചുണ്ടുമ്മ ആവണത്, അപ്പോഴേ അതിന്റെ ഒരു രസം കിട്ടുള്ളൂ. ഓരോ വേണ്ടാത്ത പരിപാടികൾ ഇങ്ങനെ വരും. എന്തായാലും ഇതിന് ഷെയറിങ് എന്നാ പറയാ. ഏത് ഒരു ജ്യൂസ് രണ്ടാളും കൂടിയും കുടിക്കണതിന്റെ പേര് ഷെയറിങ് എന്നാണ്. കുട്ടികൾക്ക് ഇതൊക്കെ നല്ലോണം അറിയും. എന്താ ഞമ്മക്ക് പെരേന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാണ്ട് രണ്ടാളും അപ്പുറത്തുപ്പുറത്ത് നിന്ന് കുടിച്ചു നോക്കിയാൽ വരിക. ഒരു പാത്രത്തിൽ നിന്ന് രണ്ടാളും കൂടിയും ചോറ് കഴിച്ചാൽ എന്താ വരിക? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ വരിക? നമ്മളിതൊന്നും ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നും പുതുക്കമായിരുന്നു നബിയും ആയിഷ ബീവിയും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗദാ ബീവിയും എന്നും പുതുക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റംല ബീവിയും എന്നും പുതുക്കമായിരുന്നു. പഴകലില്ല. ഇങ്ങനെയൊക്കെ കാട്ടിയ പിന്നെ എങ്ങനെ പഴകുക? നമ്മളത് പഴകി, അതന്നെ വലിയൊരു കുഴപ്പം. അത് പഴകി വലിയൊരു പുതുക്കത്തിന്റെ ബോധമുണ്ട്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഒരു പെൺകുട്ടിനെ പെരേക്ക് കെട്ടിക്കൊടുന്നാല് നാലീസൊക്കെ മുറ്റടിച്ചു വരും, പാത്രം കഴുകും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പുതുക്കപ്പെണ്ണാണ് എന്ന് കൽബിൽ ഉണ്ടാവുന്ന കാലത്തോളം ഉഷാറിക്കാരം. നമ്മളൊരു പെണ്ണെട്ടിയാല് പുതിയാപ്പിളയാണ് എന്ന് തോന്നുന്ന അത്രയും കാലം ഇസ്തിരിടാത്ത തുണിങ്ങുപ്പായി എടുക്കൂല. ആ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധാണ് പോയാൽ ചെരുപ്പ് തേച്ചേക്കൂല. ഒറ്റ പുതിയാപ്പിളാരും തേച്ചകാത്ത ചെരുപ്പിടലില്ല, നിറമില്ലാത്ത ചെരുപ്പിടലില്ല. ആരും കാലുമ്മക്ക് നോക്കണ്ട. ഇവിടുന്ന് പോയിട്ടൊന്ന് നോക്കോണ്ട് എന്താ അവനാന്റെ ചെരുപ്പിന്റെ കോലം. ഓരോ മനുഷ്യന്റെയും വൃത്തിയും വെടുപ്പും മനസ്സിലാകുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഹോട്ടലിന്റെ വൃത്തി ഉണ്ടോ ഇല്ലയെന്ന് അറിയല് കിച്ചൺ നോക്കിയിട്ടാണ്. വീട് വൃത്തി ഉണ്ടോ ഇല്ല എന്ന് അറിയണത് ബാത്റൂം നോക്കിയിട്ടാണ്. പള്ളി വൃത്തി ഉണ്ടോ ഇല്ലയെന്ന് അറിയണതും ബാത്റൂം നോക്കിയിട്ടാണ്. വഖഫ് ബോർഡിൽ നിന്ന് പള്ളി പരിശോധിക്കാൻ ആള് വന്നാൽ നേരെ മൂത്രമൊഴിക്കാനാ പോവുക. ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന്. വീട് വൃത്തി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് രണ്ട് സ്ഥലം നോക്കിയിട്ടാണ്. ഒന്ന് ബെഡ്റൂം, മറ്റൊന്ന് ബാത്റൂം. എന്നാൽ നമ്മളെ എല്ലാ കച്ചറയും കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലേക്കാരം. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം ആടിനെ നോക്കാൻ പോയി. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം ഓടിപ്പോയിട്ട് സയ്യിദുനാ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മോളെ കല്യാണം കഴിച്ചപ്പോ മഹറായിട്ട് ആടിനെ നോക്കാൻ ഏറ്റെടുത്തു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു വടിയും കുത്തിപ്പൊടിച്ചിട്ട് ഇങ്ങനെ ആടുകളേറ്റ് ഇങ്ങനെ പോവുകയാണ്. കുറച്ച് ആടുകളുണ്ട്. അപ്പോ ആടുകളെ നോക്കാൻ കാലാവധി നിശ്ചയിച്ചു. ആടുകളെ വെറുതെ നോക്കണ്ട, നോക്കണേന് കൂലി നിശ്ചയിച്ചു. വാപ്പ പറഞ്ഞു, അമ്മോശം പറഞ്ഞു. ഷുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മോനെ വാപ്പാന്റെ കുട്ടി ആടിനെ നോക്കണേന് വാപ്പ ഇവിടുന്ന് അങ്ങോട്ടുണ്ടാണ് എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെ അനക്ക് തരട്ടോർ. ഇത് കഥയാണെങ്കിലും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നല്ലൊരു പാടുണ്ടാവും ഇതില്. അത് കഥയല്ല. എന്നാ ആ കഥ കഴിഞ്ഞിട്ട് മൂപ്പര് വിഷയം തുടങ്ങിക്കോളും, തീരുമാനിക്കണ്ട. ഇനി വിഷയം തുടക്കമൊന്നുമില്ല, തന്നെയാണ് വിഷയം. ഇതിങ്ങനെയാണ് പോയി കണ്ട് അവസാനിക്കുക. ഈ പറയണത് ഇങ്ങനെയാണ്ട് സമയം കഴിയുമ്പോൾ നിൽക്കുക. അപ്പൊ എന്തേ പറഞ്ഞു? വാപ്പ പറഞ്ഞു, അമ്മോശം പറഞ്ഞു മൂസാ നബിനോട്, മോൻ വെറുതെ ആടുകളെ നോക്കൊന്നും വേണ്ട, കൂലി തരാം. ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകണ എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെ അനക്കയിക്കാരെന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുനാ മൂസാ അലൈഹി ഇസ്ലാം ആടിനെ നോക്കാൻ പോകുമ്പോ കാട്ടിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. വഴിയില് മനുഷ്യരൂപം പ്രാപിച്ച ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. ഒരു മനുഷ്യന്റെ കോലത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. മൂസാ നബിനോട് ചോദിച്ചു, എന്തൊക്കെ വർത്താനം, സുഖം തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ പരിപാടി എന്ന് ചോദിച്ചു. ഇപ്പൊ ആടിനെ നോക്കലാണ് പരിപാടി പറഞ്ഞു. ആടിനെ നോക്കിയാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു. ആടിനെ നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു.
അപ്പോ ജിബ്രീൽ പറഞ്ഞു, അതിന് ഞങ്ങൾക്കൊരു പണി പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഒരു തോട്ടം കാണിച്ചു കൊടുത്തു, കുറെ മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടം. ഈ തോട്ടത്തിൽ നിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി, ഇവിടുന്ന് കണ്ടുണ്ടാകണ എല്ലാ ആടും കുട്ടികളും പുള്ളിയുള്ളത് ഇക്കാരെന്ന് പറഞ്ഞു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നും രാവിലെ മൂസാ നബി അലൈഹിസ്സലാം ആടുകളേറ്റ് പോകുമ്പോ മൂപ്പരെ കയ്യിലുള്ള വടിയോണ്ട് ഇങ്ങനെ ഇല ചാടിച്ചു കൊടുക്കും. അങ്ങനെ ഇലകൾ തിന്നും, ആടുകൾ അങ്ങനെ പോകും. അവിടുന്ന് അങ്ങോട്ട് ഉണ്ടായ എല്ലാ കുട്ടികളും പുള്ളിയുള്ള ആടും കുട്ടികളായി. കുറെ കഴിഞ്ഞപ്പോ ഒരു ദിവസം വാപ്പ അമ്മോശൻ ഷുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മോനെ ബാപ്പാന്റെ കുട്ടിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി പുള്ളില്ലാത്ത ആടും കുട്ടികളെ ഇക്കാരുണ്ടാകട്ടോ എന്ന് പറഞ്ഞു. കാരണം അവിടുന്ന് ഉണ്ടായതൊക്കെ പുള്ളില്ലായിരുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുള്ളില്ലാത്തതാണ് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം മൂസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ആട് നോക്കാൻ പോകുമ്പോ വഴിയിൽ വെച്ച് പഴയതുപോലെ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, മൂസാ നബിയെ എന്തൊക്കെ വർത്താനം, സുഖം തന്നെയല്ലേ? റാഹത്ത് തന്നെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. തീരുമാനത്തിൽ എന്തേലും മാറ്റമുണ്ടോന്ന് ചോദിച്ചു. ആ ചെറിയ മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇവിടുന്ന് അങ്ങോട്ടുള്ള പുള്ളില്ലാത്ത ആടും കുട്ടികളാണ് എനിക്ക് എന്ന് അമ്മോശം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തു. ഇവിടുന്ന് ഇല അടിച്ചു കൊടുത്താൽ മതി, ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകണ എല്ലാ ആടും കുട്ടികളും പുള്ളില്ലാത്തതാവും പറഞ്ഞു. പിറ്റേന്ന് മുതൽ അവിടുന്ന് ഇല അടിച്ചു കൊടുക്കൽ തുടങ്ങി. പിന്നെ അങ്ങോട്ടുണ്ടായ എല്ലാ ആടും കുട്ടികളും പുള്ളില്ലാത്തതായി. കഥ അങ്ങനെ നീണ്ടുപോവുകയാണ്. കുറെ കാലം കഴിഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാട്ടിൽ പോകാൻ പൂതിയായി. മഹാനവറുകൾക്കുണ്ടായിരുന്ന എല്ലാ ആടുകളും തൊഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ തൂരി സീനാ മലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടുന്ന് അല്ലാഹു തആല തൗറാത്ത് കൊടുത്തു. അവിടുന്ന് ദീൻ പറയാൻ വേണ്ടി ഫിറഔന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ നീണ്ടുപോകുന്ന കഥയാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ടുണ്ടായ ആടും കുട്ടികൾ പുള്ളിയുള്ളതും പിന്നുണ്ടായ ആടും കുട്ടികൾ പുള്ളില്ലാത്തതുമായത് എന്നതാണ് നമ്മളെ കണക്ക്. പുള്ളിയുള്ളതായതിന്റെ കാരണം പുള്ളിയുള്ള മരങ്ങളാണ് ആ കാട്ടിലുണ്ടായിരുന്നത്. ആദ്യം കാണിച്ചു കൊടുത്ത കാട്ടില് പുള്ളിയുള്ള മരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇല ചാടിച്ചു കൊടുത്താല് അത് തിന്നാല് വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും. ഇണ ചേരുമ്പോ പുള്ളിയുള്ള മരങ്ങളിലേക്ക് നോക്കും, അത് കാണും. അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടി പുള്ളിയുള്ളതാവും. രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത മരങ്ങളുള്ള ഒരു തോട്ടമായിരുന്നു. അപ്പൊ പിന്നുണ്ടായ കുട്ടികളൊക്കെ പുള്ളില്ലാത്ത കുട്ടികളുമായി. എന്തേ പറയാൻ കാരണം, ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയി വെച്ചാല് കുട്ടികള് വേസ്റ്റ് ആകുമെന്ന് പറയാനാണ് ഇത് പറയണത്. ബെഡ്റൂം വളരെ പ്രധാനമാണ്. ആവശ്യമില്ലാത്ത മുഴുവൻ സാധനം കൊണ്ടുവച്ചിട്ടുള്ളത് ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെയും കട്ടിന്റെ ചോട്ടിലുമാണ്. അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ടത് രണ്ട് സ്ഥലമാണ്. ഒന്ന് ബാത്റൂമാണ്, മറ്റൊന്ന് ബെഡ്റൂമാണ്. എന്തേ പറഞ്ഞു എന്നറിയങ്ങള്, ഞാൻ ആരാണ് എന്ന ബോധം നഷ്ടപ്പെട്ടാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യും. ഞാൻ പുതിയാപ്പിളയാണ് എന്ന് ബോധം ഉണ്ടാവുമ്പോ പല്ല് തേക്കാൻ മറക്കൂല. ഞാൻ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധം കഴിഞ്ഞാല് രാത്രി ഇറച്ചിയൊക്കെ തിന്ന് കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് പല്ല് തേക്കാതെ ഭാര്യന്റെ അടുത്തേക്ക് കിടക്കാൻ ചെല്ലും. പിന്നെ ഓളത് ഇടങ്ങേറുണ്ടെങ്കിലും പറയില്ല. എന്തേ? ബദർ യുദ്ധം പേടിച്ചിട്ട് പറയില്ല. അത് പറഞ്ഞാ ബദർ യുദ്ധം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറയില്ല. എന്താ ഒന്ന് കിടക്കാൻ ചെല്ലുമ്പോ പല്ല് വെച്ചാല്? പിന്നെ പുതിയെണ്ണാണ് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടാല് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. മീൻ നന്നാക്കുമ്പോട്ട മാക്സി ആയിട്ട് കിടക്കാൻ ചെല്ലും. പെണ്ണുങ്ങളെ ഒരു വർത്താനം ഞാൻ പറയട്ടെ. ഈ ആണുങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനില്, അതുപോലെ വിമാനത്താവളത്തില്, ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ പല സൈസ് പെണ്ണുങ്ങളും കാണും. അപ്പൊ ഇന്റെ പെണ്ണുങ്ങൾ പെരയിലുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങള് കീറിയ മാക്സി ഇട്ടുങ്ങാണ്ട് ചെന്നാല് സംഗതി പറ്റിച്ച തന്നെ ഇക്കാരം. അതുകൊണ്ട് ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാല്, പുരുഷന്മാര് ഷോർട്ട് സൈറ്റും സ്ത്രീകൾ ലോങ് സൈറ്റുമാണ്. ശ്രദ്ധിക്കണേ ഞാൻ ഈ പറയണത്. ആണുങ്ങള് ഭംഗി കൂടുതലുണ്ടാകുക അടുത്തുനിന്ന് കാണുമ്പോഴാണ്.
പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ്. ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ബോർഡ് ദൂരത്തേക്കാരം വെച്ചിരിക്കുന്നത്, അടുത്ത് വെക്കൂല. സ്ത്രീകളുടെ ഭംഗി ദൂരത്ത് നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴാണ്. ഒരു തമാശ പറയാറുണ്ട്, അവനാന്റെ ഭാര്യ എത്ര ചൊറുക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ഓള് അലക്കി തോരടണ സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ മതി. അവനാന്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിയിട്ട് തോരടുമ്പോ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക, അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടും എത്ര ചൊറുക്കുണ്ട്. തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി. പുരുഷൻ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഭംഗി. എന്താ പറയാൻ കാരണം? അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അപ്പൊ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ്, അല്ലാതെ മരിച്ചോടത്തേക്ക് പോകുമ്പോഴല്ല എന്നർത്ഥം. നന്നായിട്ട് ഒരുങ്ങും മരിച്ചോടത്തേക്ക് പോകുമ്പോ മയ്യത്തിന് കാണാൻ വേണ്ടിയിട്ട്. ആ മാക്സി ഒന്നും ആ നൈറ്റി ഒന്നും മാറ്റും കൂടില്ല പുതിയാപ്പളിന്റെ അടുത്തേക്ക് വരുമ്പോ. സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും. ദൂരത്തുനിന്നായാല് എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞ ചുരിദാറ് തിരുമ്പി തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും. ആള് വേണ്ട, ചുരിദാർ ഉണ്ടായാൽ മതി, എന്നാലും നോക്കും. കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതലാണ്. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്.